CMA USA സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. ശരിക്കും എന്താണ് ഈ കോഴ്സ്? ആരൊക്കെ പഠിക്കണം? +2 കഴിഞ്ഞിട്ടാണോ, അതോ ഡിഗ്രി കഴിഞ്ഞിട്ടാണോ, അതോ PG കഴിഞ്ഞിട്ടാണോ, ഇനി എവിടെ പഠിക്കണം? അതുപോലെ തന്നെ ഒരുപാട് ഡൗട്ട് ആവും ഇന്ന് സ്റ്റുഡൻസിന്റെ മുമ്പിൽ ഉണ്ടാവുക. ഈ ഒരു AI കാലഘട്ടത്തിൽ എത്രത്തോളം CMA USA എന്ന കോഴ്സ് കൊണ്ട് ഉപകാരപ്പെടും, അതുപോലെ തന്നെ നമ്മളൊരു വർക്കിംഗ് പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ എത്രത്തോളം സാലറി എക്സ്പെക്ട് ചെയ്യാം, അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ ഈ ഒരു കോഴ്സ് എത്രത്തോളം റെലവെന്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിക്കാണ് നമുക്കൊന്ന് നോക്കാം. ഞാൻ CMA മുഹമ്മദ് സാജിദ്, ഫാക്കൽറ്റി ഫോർ CMA USA. US ബേസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് എന്ന പ്രൊഫഷണൽ ബോഡിയാണ് CMA USA എന്ന കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. 160+ കൺട്രീസിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് പ്രൊഫഷണൽ കോഴ്സാണ് CMA USA. ഈ ഒരു കോഴ്സ് ആർക്കൊക്കെ ചൂസ് ചെയ്യാം? ആഫ്റ്റർ +2 ഏതൊരാൾക്കും ഈ കോഴ്സ് ചൂസ് ചെയ്യാം. കൊമേഴ്സ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ, സയൻസ് ആവട്ടെ, ആരായാലും ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആണ്. ഇനി എന്താണ് ഇതിലെ ഓപ്പർച്യൂണിറ്റീസ് നോക്കാം. ഒരു സാധാരണ അക്കൗണ്ടന്റ് എന്നുള്ളതിലുപരി ഒരു ഫിനാൻസ് മാനേജർ, അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്, ഇല്ലെങ്കിൽ ഫിനാൻഷ്യൽ അനലിസ്റ്റ്, ഇല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, ഇല്ലെങ്കിൽ കോസ്റ്റ് അനലിസ്റ്റ് എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ് ഒരു ക്വാളിഫൈഡ് CMAനെ കാത്തിരിക്കുന്നത്. ഇനി എല്ലാവർക്കും ഉണ്ടാവുന്ന ഡൗട്ടാണ്, എന്ത് സാലറി എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളത് അല്ലേ? സാലറി എക്സ്പെക്റ്റേഷൻ തികച്ചും ഓരോ വ്യക്തികളുടെയും സ്കിൽസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇത്രയും നല്ലൊരു ഫിനാൻഷ്യൽ കരിയറിലേക്ക് എത്താൻ എത്ര ടൈം എടുക്കുന്നുണ്ടാവും? 5 ഇയർ, 3 ഇയർ? നോ, ഇറ്റ്സ് ജസ്റ്റ് എ 1 ഇയർ ടു ഗെറ്റ് എ ഫിനാൻഷ്യൽ കരിയർ. ഈ ഒരു വർഷത്തിനുള്ളിൽ വെറും 2 എക്സാം മാത്രമാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. പാർട്ട് 1 ആൻഡ് പാർട്ട് 2. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എങ്ങനെ ചിലവുകളെ നിയന്ത്രിക്കാം, അതുപോലെ എങ്ങനെ ഫ്യൂച്ചറിനെ പ്രഡിക്റ്റ് ചെയ്യാം, അതുപോലെ കമ്പനീൻ്റെ അകത്ത് പല രീതിയിലുള്ള ഫ്രോഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കാല്ലേ, നമ്മളെ പറ്റിച്ച് പല ആളുകളും എന്ത് ചെയ്യാം, നമ്മളെ ക്യാഷ് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിനെ എങ്ങനെ നിയന്ത്രിക്കാം, അതുപോലെ കമ്പനീൻ്റെ അകത്ത് എങ്ങനെ ടെക്നോളജീസിനെ കൊണ്ടുവരാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള AI ടെക്നോളജീസ് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് പാർട്ട് 1 നമ്മൾ പഠിക്കുന്നത്. ഇനി പാർട്ട് 2 എന്താണുള്ളത് നോക്കാം. നമ്മൾ +2 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? +2 ഇല്ലെങ്കിൽ BCom പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഇത് വെച്ച് അനലൈസ് ചെയ്ത് എങ്ങനെ ഡിസിഷൻസിനെ മേക്ക് ചെയ്യാം, ഒപ്പം നമ്മൾ കയ്യിലുള്ള ക്യാഷിനെ ഇൻവെസ്റ്റ് ചെയ്ത് അതിനെ മാക്സിമം റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാനും കൂടെ നമ്മൾ പാർട്ട് 2 പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെൻറ്റ്, ഒരു ബിസിനസ് ആകുമ്പോൾ അവിടെ റിസ്ക് ഉണ്ടാവും അല്ലേ? ആ റിസ്കിനെ അനലൈസ് ചെയ്ത് അതിനെ മാനേജ് ചെയ്യാനും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പാർട്ട് 2 പഠിക്കുന്നുണ്ട്. ഇനി നമ്മളൊരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ ആ കമ്പനിയിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള പ്രൊഫഷണൽ എത്തിക്സും കൂടെ നമ്മൾ ഈ പാർട്ട് 2 പഠിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണ് വരുന്നത് നോക്കാം. 4 ഹവേഴ്സിൻ്റെ എക്സാം ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. നെഗറ്റീവ് മാർക്കിംഗ് ഒന്നുമില്ല. അതുപോലെ തന്നെ വർഷത്തിൽ 6 മാസം നമ്മുടെ എക്സാം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടൈമിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിക്കൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എക്സാം എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹം സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുക എന്നുള്ളതാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണിത്. കാരണം ഒരു ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ ഡീറ്റെയിൽഡ് ആയിക്കൊണ്ട് പഠിക്കുന്ന ഒരു കോഴ്സാണിത്. ഒരു ബിസിനസ്സിലേക്ക് എങ്ങനെ ഫണ്ട് കണ്ടെത്തണം, എങ്ങനെ ഇൻവെസ്റ്റേഴ്സിനെ സെലക്ട് ചെയ്യണം എന്ന് തുടങ്ങി ഒരു ബിസിനസ്സിൻ്റെ A to Z കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിക്കൊണ്ട് പഠിക്കുന്ന ഒരു കോഴ്സാണ്. വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഒരു ബെറ്റർ കരിയറാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഗോ ഫോർ CMA USA.